കോൺഗ്രസിന് വോട്ട് ചെയ്യാനായി ഒരാൾ ഇന്ന് പാലക്കാടെത്തി. ആരാണ് അയാളെന്ന് അയാൾ തന്നെ പറഞ്ഞു തരും. നമ്മുടെ ഗോവിന്ദച്ചാമിയുമൊക്കെ ഏതാണ്ട് ഒരേ ലൈനിൽ വരുന്ന ഹാബിച്വൽ ഒഫൻഡർമാരാണ്. 15 നാൾ മാളത്തിൽ നിന്നും പുറത്തു ചാടിയത് ഒരു കാലൻ കോഴിയാണ്. ലൈംഗിക പീഡന കേസിൽ ഒളിവിലായിരുന്ന ലൈംഗിക വേട്ടക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പൊങ്ങിയത് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. പുറത്താക്കിയെന്നും ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചുവെന്ന് പറഞ്ഞപ്പോഴും അയാൾക്ക് കാവലിന്റെ ചക്രവ്യൂഹം ഇന്ന് തീർത്തതും കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്. ആ സംരക്ഷണ കവചത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് പാലക്കാട് കുന്നത്തൂർ മോഡ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ രാഹുൽ എത്തിയത്. ഇയാളുടെ മുകളിൽ ചുമത്തപ്പെട്ട കുറ്റകൃത്യങ്ങൾ എന്തെല്ലാമാണ്? അയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. നിരന്തരമായി സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമം, അത് ലൈംഗിക അതിക്രമം മാത്രമല്ല, ക്രൂരമായ വയലൻസ്. അതെ, ഇയാൾ നടത്തിയ വേട്ടയാടലുകളെ പറ്റി പരാതികൾ ഉയർന്നപ്പോൾ കോൺഗ്രസ് ഇയാളെ തലോടി സംരക്ഷിച്ചു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ MLA സ്ഥാനം രാജിവെപ്പിക്കാനോ കോൺഗ്രസ് തയ്യാറായില്ല. അവസാനം മുൻകൂർ ജാമ്യാപേക്ഷ തെള്ളിയതോടെയാണ് രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്നും പുറത്താക്കിയെന്ന് KPCC നേതൃത്വം അറിയിച്ചത്. എന്നിട്ടും രാഹുലിന് കോൺഗ്രസ് നേതൃത്വം ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണ നൽകി. രാഹുലിന് ഒളിവിൽ തുടരാനും ഒടുവിൽ പാലക്കാട്ടെത്തി കോൺഗ്രസിന് വോട്ട് ചെയ്യാനും അവരുടെ പ്രവർത്തകർ തന്നെ സംരക്ഷണം ഒരുക്കുകയായിരുന്നു. ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു നാടിന്റെ MLA, ഒരു ജനപ്രതിനിധി, അയാളെ കാണാനുണ്ടോ? എവിടെയാണെന്ന് പറയണ്ടേ? ഒളിച്ചു കളിക്കുകയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്തു കൊടുത്ത MLA ബോർഡ് പോലും ഒഴിവാക്കി ഒരു വാഹനത്തിൽ ഇങ്ങനെ കറങ്ങി പല വേഷത്തിൽ. കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാരുടെ കഥകളും അവർക്ക് വളരാൻ വെള്ളവും വളവും ഒഴിച്ചു നൽകുന്നതും ഇതാദ്യമല്ലല്ലോ. ഇതേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പൊളിറ്റിക്കൽ ഗോഡ് ഫാദർ തന്നെയാണ് മറ്റൊരു കേസിലെ അതിജീവിതയെ അധിക്ഷേപിച്ചത്. ഇപ്പോഴും പീഡനക്കേസിലെ പ്രതികൾ 2 ആളുകൾ കോൺഗ്രസിലെ MLA മാർ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയ KPCC പ്രസിഡന്റ് തന്നെയാണ് അതേ നാവ് ഉപയോഗിച്ച് രാഹുലിനെതിരായ പരാതി ഗൂഢാലോചനയാണെന്ന് പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെയാണ് വോട്ട് ചെയ്യാനായി രാഹുൽ പൊങ്ങിയതും. അത് തന്നെ തെളിവാണല്ലോ കോൺഗ്രസ് ആർക്കൊപ്പമാണെന്നതിന്. കാലൻകോഴി കൂവുമ്പോൾ അത് ഹൃദയഹാരിയായ സംഗീതമായി കോൺഗ്രസ് നേതാക്കൾക്ക് തോന്നുന്നത് കേരള രാഷ്ട്രീയത്തിന് തന്നെ അപമാനമാണ്. ഹോം സ്റ്റേയിൽ വെച്ച് ക്രൂരപീഡനത്തിന് ഇരയാക്കിയെന്നും ദേഹമാസകലം മുറിവേൽപ്പിച്ചുവെന്ന പരാതിയുമായി ബംഗളൂരുവിൽ താമസിക്കുന്ന 23-കാരി രാഹുലിനെതിരെ KPCC അധ്യക്ഷൻ നൽകിയ പരാതി പോലീസിന് നൽകിയത് KPCC തന്നെയാണ്. ഗതികേട് കൊണ്ട് അന്നങ്ങനെ ചെയ്യേണ്ടി വന്നുവെങ്കിലും പിന്നീട് പരാതി ഗൂഢാലോചനയെന്ന് പറഞ്ഞ് തങ്ങൾക്കുള്ളിലെ ക്രിമിനൽ സിൻഡിക്കേറ്റിനെ സുഖിപ്പിക്കാനും കോൺഗ്രസ് നേതൃത്വം തയ്യാറായി. പൊതുസമൂഹത്തിന് മുന്നിൽ ഇതുകൊണ്ട് കോൺഗ്രസ് തെളിയിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്: തങ്ങളെന്നും വേട്ടക്കാർക്കൊപ്പമാണെന്ന സത്യം.